എല്ലാവരും അല്ലാഹുവിനെ തിരയുകയാണ്. പടച്ചറബ് എവിടെയാണ് ഇരിക്കുന്നത്? പടച്ചറബിന്റെ അർശിരിക്കുന്നത് എവിടെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചറബുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയെന്നറിയുമോ? ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്താണ് അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന പടച്ചറബിന്റെ സിംഹാസനം ഇരിക്കുന്നത്, ഒരു ഈമാനുള്ള പടച്ചറബിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിനുണ്ടല്ലോ, ഒരു മുസ്ലിം ഉണ്ടല്ലോ, അവന്റെ ഹൃദയത്തിനകത്താണ് പടച്ചറബിന്റെ സിംഹാസനം ഇരിക്കുന്നതെന്ന് മുത്തുനബി പറയുമ്പോ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന മുസ്ലിമേ, പടച്ചവനെ അല്ലാഹുവേ, എല്ലാവരും പടച്ചവനെ മുസ്ലിമീങ്ങളാണല്ലോ, ഈ നിരന്നിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ത്ത് അല്ലാഹുവിന്റെ അർശുണ്ടോ എന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ സിംഹാസനം എന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടെന്ന് പറയാറ് നമ്മളെ കൊണ്ട് ആരെ കൊണ്ടാ കഴിയുക? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബിന്റെ അർശുണ്ടോ? അല്ലാഹുവിന്റെ സിംഹാസനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടോ? അറിയാൻ വല്ല അടയാളവുമുണ്ടോ നബിയേ? അറിയാൻ വല്ല വഴിയുമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിലുള്ള അല്ലാഹു വല്ലാതെ സ്നേഹിക്കുന്ന അടിമകൾക്ക് ആറടയാളമാണുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പടച്ചറബിന്റെ സിംഹാസനം ഹൃദയത്തിലുള്ള അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയുണ്ടല്ലോ, ആ അടിമയ്ക്ക് 6 അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ അർശുണ്ട്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അല്ലാഹുവിന് നമ്മളെ വല്ലാത്ത ഇഷ്ടമാണോ, അതോ നമ്മളിങ്ങനെ വെറുതെ വൺ സൈഡ് പ്രേമമാണോ? നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും അല്ലാഹുവിനെ ഇഷ്ടം, നിങ്ങൾക്കും ഇഷ്ടം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിനെ ഇഷ്ടമല്ലേ? അല്ലാഹുവിനെ ഇഷ്ടമല്ലേ? എന്നാ അല്ലാഹു നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും അല്ലാഹുവിനോട് വല്ലാത്ത സ്നേഹം, അന്ന് അല്ലാഹ്ക്ക് നമ്മളോട് വല്ല സ്നേഹവുമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയണമെങ്കിൽ 6 നല്ല ഗുണങ്ങൾ ഞാൻ പറയാം. 6 അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ 6 അടയാളങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പറയുന്ന 6 നന്മകൾ ഉണ്ടെങ്കിൽ, നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ സിംഹാസനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇന്നത്തെ വഅദ് അവനവൻ ടെസ്റ്റ് ചെയ്യാനുള്ളതാ, എന്റെ ടെസ്റ്റ് അല്ല. എന്റെ പ്രസംഗത്തിന് ആരും ടെസ്റ്റ് ചെയ്യണ്ട, കാരണം ഞാൻ എന്റെ വഅദ് അത്രയ്ക്കും നല്ലതാണെന്ന് ഞാൻ പറയണില്ല. അതുകൊണ്ട് ഇന്നത്തെ വഅദ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഗുണം നിനക്കൊണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഹാസിബു ഖബല അൻ തുഹാസബു, വിചാരണയ്ക്ക് മുമ്പ് സ്വന്തം ഒന്ന് വിചാരണ ചെയ്യണമെന്നാണ്. അപ്പൊ ഇരിക്കണ ഓരോ മനുഷ്യനും അവനവനെ കുറിച്ച് വിലയിരുത്തിക്കൊള്ളണം. ഈ പറയുന്ന ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവുമായിട്ട് നിനക്കുള്ള ബന്ധം മനസ്സിലാകും. ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും. ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. റെഡിയല്ലേ? റെഡിയല്ലേ? പറചങ്ങാതി റെഡിയല്ലേ?
മരിക്കുന്ന സമയം അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അള്ളാഹുവിന്റെ സ്വർഗത്തിലെ നിന്റെ ഇരിപ്പിടം, വേറെ ആരുടെ അല്ല. സിറാജ് മരിക്കുമ്പോ എനിക്ക് അള്ളാഹു സ്വർഗത്തിൽ തരുന്ന ഇരിപ്പിടം ഞാൻ കണ്ടിട്ട് മരിക്കണം, നിങ്ങളും കണ്ടിട്ട് മരിക്കണം. അതിനെന്തേ വഴി? ഖുർആനിലെ 2 ആയത്തുകൾ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് ഒരു വട്ടം ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം. ഈ 2 ആയത്തുകൾ ആരെങ്കിലും സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു പ്രാവശ്യം നിത്യമാക്കിയാൽ അവൻ മരിക്കുമ്പോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം. അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ആമി ഉറക്കെ പറഞ്ഞ് പോരാ. ഇതിനെ ആസാദീന്ന് വിളിക്കുന്നതിനേക്കാളും ശബ്ദമുണ്ട്. പോരാ. നിങ്ങൾ ആമിയും പറയണ കാണണം, നിങ്ങൾ വിളിക്കണ കാണണം. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആരെല്ലാം ഉറക്ക ആമീൻ എന്ന് പറയുന്നുണ്ടോ, പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഇതേ ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ ഈ ആമീൻ പറയുന്നവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഇനി ഒരു ആമീൻ പറഞ്ഞേ പറയാം അല്ലേ? അപ്പൊ പറയാൻ അറിയാം, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ 2 ആയത്ത് പറഞ്ഞു തരട്ടെ. 2 ആയത്ത് പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണം. ഇൻഷാ അല്ലാഹ് 11:30 വരെ അവിടെ ഇരിക്കും. ആയത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ ഇപ്പം പറഞ്ഞു തരൂല. അവസാനം ഞാൻ പറയാൻ വിട്ടുപോയാൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയേക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ ഓർമ്മ ശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറവാപ്പ. നിനക്കെന്ത് ഓർമ്മയുള്ള? സ്വന്തം പെണ്ണുമ്പിള്ളയുടെ ഫോൺ നമ്പർ കാണാതെ അറിയണ എത്ര പേരുണ്ട് ഇപ്പൊ? സ്വന്തം ഭാര്യയുടെ ഫോൺ നമ്പർ കാണാതെ അറിയണ മഹാന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്വന്തം ഫോൺ നമ്പർ അറിയില്ല ഉസ്താദ്, പിന്നല്ലേ പെണ്ണുമ്പിള്ളയുടെ? എല്ലാവർക്കും ഓർമ്മക്കുറവ് അറിയില്ല. പണ്ട് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിച്ചവരാ. പക്ഷെ ഇന്ന് നമ്മൾ മറന്നുപോയി. സ്വന്തം ഭാര്യയുടെ ഫോൺ നമ്പർ പോലും പഠിച്ചവനെ നമ്മൾ ഈ പലർക്കും അറിയണില്ല, മക്കളുടെ അറിയണില്ല. എന്തുകൊണ്ട്? ഓർമ്മക്കുറവ്. അള്ളാഹു നമ്മുടെ ഓർമ്മക്കുറവ് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. അള്ളാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ സിംഹാസനം ഹൃദയത്തിലുള്ള ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്നറിയാനുള്ള വഴികൾ എന്താണ്? അല്ലാഹു ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിയാനുള്ള വഴികൾ എന്താണ്? വല്ല അടയാളവുമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് 6 അടയാളങ്ങളാണുള്ളത്. ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങൾ എണ്ണിയെടുത്തോ. ഈ പറയുന്ന നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറുള്ളതാണ്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കുള്ള ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കുള്ള പടച്ചറപ്പിന്റെ സിംഹാസനം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഹുസ്നുൽ ളന്നി ബില്ലാഹി തആല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഒന്നാമത്തെ അടിമ എന്തെന്നറിയുമോ? ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ അടയാളം, അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. പടച്ചവൻ ഒരിക്കലും ആര് കൈവിട്ടാലും എന്റെ അല്ലാഹ് എന്നെ കൈവിടൂല. അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതാറുള്ളൂ. ജീവിതത്തിൽ എന്ത് പ്രയാസം വരട്ടെ, ദുഃഖം വരട്ടെ, ദുരിതം വരട്ടെ, രോഗം വരട്ടെ, കടം വരട്ടെ, എന്തു പ്രതിസന്ധി വന്നാലും അവൻ അല്ലാഹുവിനെ കുറ്റപ്പെടുത്താറില്ല. ഒരിക്കലും പടച്ച റബ്ബിനെ കുറ്റപ്പെടുത്തൂല. അവൻ അറിയാം, ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല.
ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല. അവന് ഉറച്ച വിശ്വാസം ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. പടച്ചോനെ സാദേ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ, സദഖ കൊടുക്കുന്നവനാ, എനിക്കല്ല ക്യാൻസർ തന്നല്ലോ, ശരിയായില്ല. എത്ര കൊല്ലമായി ഉസ്താദെ പെണ്ണ് കെട്ടിയിട്ട്, എത്ര കൊല്ലം കൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നു, എനിക്ക് അല്ലാഹുവിന്റെ മക്കളെ തന്നില്ല. എത്ര കൊല്ലമായി ഉസ്താദെ സ്വന്തമായിട്ടൊരു വാടക വീട്ടിലാ കിടക്കുന്ന ഒരു വീട് വേണമെന്ന് ചോദിച്ചിട്ട് എത്ര കാലമായി, അല്ലാഹു തന്നിട്ടില്ല. എന്താ ശരിയായില്ല? ഒരിക്കലും ന്യായമല്ലല്ലോ അല്ലേ? അല്ലാഹ് അവന് മാത്രം പണം കൊടുത്തു, എനിക്ക് തന്നില്ല. അള്ളാഹിനെ കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് നല്ലത് ഭാവിക്കാൻ കഴിയുന്നില്ല? നല്ലത് ഭാവിക്കണം. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കരുതണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു നല്ല ഭാവനയുണ്ടല്ലോ, ആര് കൈവിട്ടാലും നമ്മളെ പടച്ച റബ്ബ് കൈവിടൂല. അങ്ങനെ അള്ളാഹുവിനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന, പടച്ചവനിൽ വല്ലാതെ തവക്കലും പ്രതീക്ഷയും വെച്ചിരുന്ന ഒരുപാട് പേരുടെ ചരിത്രം അറിയുമല്ലോ നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനെ വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ അതാ ശത്രുക്കളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിട്ട് അതാ നമ്രൂദിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതാ വലിയ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു കൊല്ലുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവനും വിറക് ശേഖരിച്ചൊരു വലിയ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ചരിത്രം പറയുന്നു, ആ തീക്കുണ്ടാരത്തിൽ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞ താഴെ വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കി. അവസാനം ഇബ്രാഹിം നബി അതിനകത്തേക്ക് കൊണ്ടിടാൻ ഒരാൾക്കും കഴിയുന്നില്ല. കാരണം അത്രയ്ക്കും ഭയാനകമായ തീക്കുണ്ടാരമാണ്. അവസാനം അവരെന്ത് ചെയ്തെന്നറിയുവോ? അമ്പും ബില്ലും തയ്യാറാക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈകാലിക്കാൻ നബിയോ, അങ്ങനെ സഹായിക്കാൻ നബിയോ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, സഹായം എനിക്ക് വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവാണല്ലോ എന്നെ സൃഷ്ടിച്ചത്, ആ പടച്ച റബ്ബിനറിയാമല്ലോ എന്നെ സഹായിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, പുഞ്ചിരിക്കുന്ന മുഖത്തോട് അതാ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി 40 ദിവസം കഴിഞ്ഞിട്ട് ചിരിക്കുന്ന മുഖത്തോടെ മടങ്ങി വന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രമുണ്ടല്ലോ. അല്ലാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷ വെച്ച പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അമ്പിങ്ങനെ തയ്യാറാക്കി എയ്ത് വിടുന്നതിന് വേണ്ടി നിർത്തിയിരിക്കാം. ആ സമയത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ രക്ഷിക്കാൻ, നബിയെ ആ തീ ഞാൻ അണയ്ക്കാൻ, നബിയെ ഒന്ന് അനുവാദം എന്താ? എന്റെ പൊന്നരച്ചങ്ങാതി, നിന്റെ സഹായം എനിക്കുണ്ട, എന്റെ കൂടെ റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അള്ളയുണ്ടല്ലോ, അള്ളാഹിക്കറിയാം എന്നെ രക്ഷിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ നോക്കി നിൽക്കെ നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് ഒരു രോമം പോലും കരിയാതെ ഇറങ്ങി വന്ന ചരിത്രം വെറുതെയല്ല ഖുർആനും ഹദീസും എഴുതി വെച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ഭാവിക്കൂ. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്. നീ കരഞ്ഞാ നിന്റെ ഉമ്മാന് ചിലപ്പം വേദനിക്കില്ല, നിന്റെ വാപ്പയ്ക്ക് വേദനിക്കില്ല, നിന്റെ കൂടെ കടന്നവൾക്ക് വേദനിക്കില്ല, നിന്റെ കൂടപ്പിറപ്പിന് വേദനിക്കണമെന്നില്ല, നിന്റെ സ്വന്തം മക്കൾക്ക് വേദനിക്കണമെന്നില്ല. പക്ഷേ നിന്റെ കണ്ണ് നിറഞ്ഞ അള്ളാഹുവിന് സഹിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കരഞ്ഞ റബ്ബിന് സഹിക്കൂല. അള്ളാഹ്ക്ക് വല്ലാത്ത പ്രയാസമാണ് നമ്മൾ കരയുന്നത്, നമ്മുടെ കണ്ണ് നിറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ഭാവിക്ക്. പൗരത്വ ബില്ലൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആൾബലവുമില്ല, നമ്മുടെ കയ്യിൽ അധികാരവുമില്ല, ഒന്നുമില്ല. പക്ഷെ ആര് നമ്മുടെ കൂടെയുണ്ട്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് സഹോദര.
അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, നമ്മൾ എന്തിനാ ഭയപ്പെടുക? എന്തിനാ നമ്മൾ ഭയപ്പെടേണ്ടത്? പടച്ചുറപ്പ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ള റബ്ബ് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അള്ളാഹിനെ കുറിച്ച് പഠിക്ക്, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുക. അല്ല ആരെന്നറിയോ? മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന ചരിത്രം വായിച്ചാൽ മതി, അത് മനസ്സിലാകും നിനക്ക് അല്ലാഹ് ആരാണ്. എന്നെയും നിന്നെയും പടച്ച റബ്ബാരാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ യാത്ര മാത്രം വായിച്ചു നോക്കിയാൽ മതി. എന്തേ ഹിജ്റ യാത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. മക്കയിലും താമസിക്കാൻ കഴിയുന്നില്ല, മക്കയിലും നിലനിൽപ്പില്ല. പീഡനങ്ങളും ത്യാഗങ്ങളും സഹിക്കാൻ കഴിയാതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോ ഇബ്ലീസ് പോയിട്ട് ഖുറൈശികളോട് പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് നാടുവിടാൻ പോകുകയാണ്, രക്ഷപ്പെട്ടാൽ നിങ്ങൾക്കൊന്നും ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കിട്ടിയിരിക്കുന്ന അവസാനത്തെ അവസരം മുഹമ്മദിനെ കൊന്നോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഖുറൈശികൾ ഗോത്രങ്ങളിലെ നേതാക്കന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ. അങ്ങനെ വീട് വളഞ്ഞിരിക്കുകയാണ്. NRCയുടെ ആൾക്കാർക്ക് പ്രവേശനമില്ലെന്ന് വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കണ താത്ത, നീ അല്ലാഹ് ആരാന്ന് പഠിക്ക്, പിന്നെ എഴുതിവേ. പട്ടിയുണ്ട് സൂക്ഷിക്ക. ഇതായിരുന്നു പണ്ടൊക്കെ വീടിന്റെ മുന്നിൽ. ഇപ്പൊ അതൊക്കെ മാറി. ഈ ഫാൻ വേണ്ടപ്പോ നിങ്ങൾക്ക് വെച്ച് എനിക്ക് വേണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീടിന്റെ അകത്തിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങാൻ തയ്യാറായപ്പോ അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, യാത്രയ്ക്ക് ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇറങ്ങാൻ പോവല്ലേ? വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോവല്ലേ? വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാ. എല്ലാവരും ഊരിപ്പിടിച്ച വാളുമായി പ്രവാചകൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ ആ ഇറങ്ങുന്ന സമയത്ത് തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കാൻ ആദ്യം എനിക്ക് വെട്ടണോന്ന് പറഞ്ഞിട്ട് വാളും തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തത് എന്താ? AK-47 എടുത്തിട്ട് പട്ടപട്ടാന്ന് പൊട്ടിക്കാനാ പറഞ്ഞേ? അല്ലെങ്കിൽ വല്ല ആറ്റം ബോംബോ മിസൈലുകളോ എടുത്ത് വീടിന്റെ പുറത്തിട്ടിട്ട് പോകാനാ പറഞ്ഞേ? അല്ല. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, ഒരു പിടി മണ്ണ് വാരണം. അല്ലാഹ് ആരാന്ന് പഠിച്ചോ നീയൊക്കെ? പൗരത്വ ബില്ലിനെ ഭയന്ന് വിറച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഉറക്കമില്ല, സമാധാനമില്ല. ഉസ്താദെ എന്താ ഉസ്താദെ, എന്താ ഉസ്താദെ? 1951 രേഖയും തിരഞ്ഞെടുക്കണ താത്ത, നിന്നെ പടച്ച അല്ലാഹ് ആരാന്ന് പഠിക്ക്, നിന്നെ പടച്ച അല്ലാഹ് ആരാണെന്ന് പഠിക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയേ, ഒരു പിടി മണ്ണ് വാരണം, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ആ മണ്ണിന്റെ അകത്ത് കൂടോത്രം ചെയ്യാനല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. സൂറത്തു യാസീൻ ഇരുന്ന് ഓതുവല്ലോ ഞാനും നിങ്ങളും. ഇന്നൊക്കെ പലരും ഓതിയില്ലേ? നാളെ ഓതുവല്ലോ. മുത്തുനബിയോട് പറഞ്ഞു കൊടുത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹ് പറഞ്ഞു വിട്ടതാ, നബിയേ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീൻ അതിലെ ഈ ആയത്ത് ഓതിയിട്ട് മണ്ണിലൊന്ന് ഊതണം. എന്നിട്ട് വീടിന്റെ വാതിലങ്ങോട്ട് തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് എറിഞ്ഞിട്ട് ഇറങ്ങി പൊക്കോളാൻ. ആ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒരു ആയത്ത് ഓതിയിട്ട് വാതില് തുറന്ന് വെളിയിലേക്ക് എറിഞ്ഞിട്ട് നെഞ്ചും വിരിച്ചിറങ്ങിപ്പോ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീട് മുഴുവനും വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ നെഞ്ചും വിരിച്ചിട്ട് ഓടിയില്ലടാ, നടന്നാ പോയത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഉണ്ട് ചങ്ങാതി, ആ അല്ലാഹ് ഇപ്പോഴുണ്ട്, ആ അല്ലാഹ് ഇപ്പോഴും ഉണ്ട്, ആ അള്ളാഹു ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ പടച്ചവനെ 3 ദിവസത്തോളം ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാ. ശത്രുക്കൾ പേ പിടിച്ചിട്ട് നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടാതെ കൊല്ലാൻ വേണ്ടി രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ശത്രുക്കൾ മുഴുവനും പേപ്പട്ടികൾ നടക്കണ പോലെ ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കാ. അതല്ലേ ഇപ്പം ഡൽഹിയിൽ നടന്നേ? ഭ്രാന്ത് പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നടക്കാ. അള്ളാഹു മരണപ്പെട്ടവർക്ക് ഷഹീദ് കൊടുക്കുമാറാകട്ടെ, ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. ഈ പൊട്ടന്മാര് വിചാരിച്ചിരിക്കുന്നത് 5-6 അവിടെ ഇവിടെ ഇട്ട് വെട്ടിക്കൊന്ന് ലൈവിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ച് വീടിന്റെ അകത്ത് പോയി പതുങ്ങിയിരിക്കുന്നു. ഏത് പൊട്ടൻ? ഇതുവരെ തിരിഞ്ഞിട്ടില്ല അവന്മാർക്ക് നമ്മൾ ആരാണ്.
നമ്മൾ ആരാണ്? എടാ നമുക്ക് ഇങ്ങനെ ഒരു മരണം എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു നോക്കി നടക്കാൻ നമ്മളാരാ? എടാ മരിക്കുമ്പോ ഷഹീദായി മരിച്ചാ മതി, അത് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടക്കണേ. അപ്പോഴേ ഇവന്മാർ ഇതൊക്കെ എന്തിനാ ലൈവ് ഇടുന്നേ? കൊല്ലുന്നവനെ കൊന്നാ പോരെ, കൊല്ലുന്നവനെ കൊന്നാ പോരെ, എന്തിനാണ് കൊന്നിട്ട് ലൈവ് ഇടുന്നത്? അത് നമ്മളെ പേടിപ്പിക്കാൻ. പടക്കം പൊട്ടിച്ച് കാണിക്കുക. ആരോട്? ഈയിടെ ഖബർ കാണുന്ന നമ്മളോട്, ഖബർ കാണുന്ന സ്വന്തം മാപ്പാനെ കൊണ്ട് ഖബർ ഇറക്കി വെച്ച നമ്മളോട്, ജനിച്ചപ്പോഴേ ബാങ്കും ഇക്കാമത്തും ചെവിയിൽ കൊടുത്തു വെച്ചിരിക്കണ നമ്മളോടാ ഇതൊക്കെ കാണിച്ച് പേടിപ്പിക്കണത്. അള്ളാഹു അവന്മാരുടെ പേടി അള്ളാഹ് മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞാൽ അള്ളാഹു അവന്മാരുടെ പേടി മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇവന്മാരൊരു ബില്ല് പാസ്സാക്കി നമ്മളേക്ക് എന്തോ മറിക്കാന്ന്, നമ്മൾ പേടിച്ചില്ലാന്ന് കണ്ടപ്പോ വേറെ വഴിയിലേക്ക് കടന്നു. അങ്ങനാണല്ലോ, ഒന്ന് കഴിയുമ്പോ ഒന്നൊന്ന്. പക്ഷെ എല്ലായിടത്തും എന്തായാലും ഇവന്മാരും പേടിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വഅദ് ലൈവാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. കാരണം എവിടെ കട്ടുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതെവിടെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടാ പോയി കിടക്കാൻ വിധി ഉണ്ടെങ്കിൽ പോയി കിടക്കും. അങ്ങനല്ലേ? എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ള ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുക. പൗരത്വം നഷ്ടപ്പെട്ട് അകത്ത് പോയി ഉണ്ട തിന്നാൻ വിധിയുണ്ടെങ്കിൽ ഞാൻ പോയി കിടക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി വിധിയില്ലെങ്കിൽ ഞാൻ പോകത്തുമില്ല. നിങ്ങൾ പോവോ? നീ നിന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള കാര്യം. പൗരത്വം നഷ്ടപ്പെട്ട് അകത്ത് പോയി കിടക്കാൻ വിധിയുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ലെറ്റർ കൊണ്ടുപോയാലും നീ അകത്ത് തന്നെയാകും. ഇനി അള്ളാഹു വിധിച്ചിട്ടില്ല അകത്ത് പോകാൻ, ഇവിടെ തന്നെ കിടക്കാനാ. മൂർഖനാട് തന്നെ നിന്റെ വീടിന്റെ അകത്ത് കടന്ന് മരിക്കാനാ അള്ളാഹ് വിധിച്ചിരിക്കണേ. അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാലും നിന്നെ അകത്ത് കൊണ്ടിടാൻ പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും കൂടെ പേടിച്ച് അബൂബക്കർ തങ്ങളും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലിരുന്നിട്ട് വിറയ്ക്കാ. പനി പിടിച്ചിട്ട് വിറയ്ക്കല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ കൈകാലൊക്കെ വിറയ്ക്കണേ? എന്റെ പൊന്നാര നബിയെ മോളിൽ നോക്കിക്കേ, ശത്രു മുകളിൽ വന്ന് നിൽക്കുക. ഗുഹയുടെ മുകളിൽ ശത്രു വന്ന് നിൽക്കുകയാ. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഓനെങ്ങാനും താഴേക്ക് നോക്കിയാ ഹത്തം പോകുകയാ, നമ്മുടെ കാര്യം പോയി. ഓനെങ്ങാനും ഒന്ന് താഴേക്ക് നോക്കിയാൽ തന്നെ നമ്മൾ രണ്ടുപേരെയും പിടിക്കും, കൊന്നുകളയും നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കുക, മുത്തുനബി ഇരുന്ന് ചിരിക്കുക. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കണേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അബൂബക്കറെ ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. അബൂബക്കറെ അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ഞാൻ നിങ്ങളോട് അത് തന്നെ ചോദിക്കണേ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ ചങ്ങാതി? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ലെങ്കിലും പ്രസിഡന്റ് ഇല്ലെങ്കിലും സുപ്രീം കോടതി ഇല്ലെങ്കിലും ഏറ്റവും വലിയ കോടതി ആടാ അള്ളാഹുടെ കോടതി ഇല്ലേ? ആ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്നാ പേടിക്കാനാ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദേ ഈ ക്രൂരമായി കൊല്ലുന്നല്ലോ ഉസ്താദ്, എന്റെ അള്ളാഹു നമ്മളൊക്കെ നോമ്പ് പിടിച്ചു, നമ്മളൊക്കെ അള്ളാഹുവെ പള്ളികളിലും മജ്‌ലിസുകളിലും കരഞ്ഞു ദുആ ചെയ്തു, കോടതിയുടെ കണ്ണു തുറക്കാൻ ഇതുവരെ തുറന്നില്ലല്ലോ. എടാ, തുറക്കാത്തതിന്റെ കാരണം നിന്റെ കണ്ണ് ആദ്യം തുറക്കും, പിന്നെ അള്ളാഹുടെ കണ്ണ് തുറക്കാം. കോടതിയുടെ കണ്ണൊക്കെ പിന്നെ തുറക്കാം, ആദ്യം നമ്മുടെ കണ്ണ് തുറക്ക്. നമ്മളൊക്കെ അള്ളാഹിനോട് കരഞ്ഞു ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെയായാലല്ലേ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂ. 27 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാനം ഒരു കാലഘട്ടം വരും, അന്ന് ജനങ്ങൾ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുന്ന അവസാന സമയത്ത് ആ മരണപ്രാളത്തിൽ കിടന്ന് അല്ലാഹ് അല്ലാഹ് എന്ന് വിളിക്കുന്നത് പോലെ ദുആ ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുന്നവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കണ ഒരു വിളിയുണ്ടല്ലോ, അങ്ങനത്തെ വിളി, അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുന്ന ഒരു കാലം വരാതെ, അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇല്ലല്ലോ.
അങ്ങനെ ആരും ദുആ ചെയ്യണില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മുടെ ദുആയ്ക്ക് ഉത്തരമുണ്ടാകും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടും പറയുന്നു, മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക അല്ലാഹ് ആരാണെന്ന്. ഒരു ഉമ്മ തന്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മുത്തുനബി ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊരു വാപ്പയുടെയും ഉമ്മയുടെയും കടമയാ. അതുകൊണ്ട് നിന്റെ മക്കൾക്ക് അല്ലാഹ് ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാ എന്തെങ്കിലും ഇപ്പൊ SLC പരീക്ഷ കടന്നു വരുന്നു, റിസൾട്ട് വരുമ്പോ അള്ളാഹുവെ പടച്ചവനെ ഒന്നീ പൊട്ടും അല്ലെങ്കിൽ ജയിക്കും. പൊട്ടുന്നവൻ അവൻ പോയി നരമ്പ് മുറിക്കുകയാ. ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നേരിടാനുള്ള ധൈര്യം നമുക്കില്ലാതെ പോകുന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്തേ അതിന്റെ കാരണം? അത് കുട്ടികളാകട്ടെ, വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, ആലിമീങ്ങളാകട്ടെ, നമ്മളിൽ പലർക്കും അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഇല്ലാതെ പോകുന്നു. ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, അപവാദങ്ങൾ വരുമ്പോ, പരിഹാസങ്ങൾ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചരിത്രം വായിച്ചു നോക്ക്. ഏതൊക്കെ പ്രതിസന്ധി കടന്നു വന്നാലും, എന്തൊക്കെ അപവാദങ്ങൾ വന്നാലും, ഏത് പ്രശ്നം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അല്ലാഹ് നിന്റെ കൂടെ ഉണ്ടെന്ന് എന്തേ മനസ്സിലാക്കാത്തത്? അല്ലാഹു നിന്റെ കൂടെ. പ്രായം കുറയായില്ലേ ഉമ്മ? 30, 40, 50, 60 കൊല്ലമായല്ലോ. എന്ത് നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് പ്രതീക്ഷയില്ലാതെ പോയത്? ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും നിനക്ക് പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ വേണോ? ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. ഇടയ്ക്കിടയ്ക്കൊക്കെ സമയം വരുമ്പോ, സമയം കിട്ടുന്ന നിങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ഈമാൻ നിങ്ങൾക്ക് വേണോ? ഏത് പ്രയാസത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരായുധം ഞാൻ പറഞ്ഞു തരാ. ുള്ളവരെ നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവിന്റെ കുടുംബം നിന്റെ അയൽവാസികളും നീ കാലം എന്തെങ്കിലും കിട്ടിയ കാള പെറ്റു എന്ന് പറയുമ്പോ ഷെയർ ചെയ്യട്ടാ ചിന്തിക്കണ. പടച്ചവനെ, കാള പ്രസവിക്കില്ലല്ലോ. ഇന്നത്തെ കാലഘട്ടം അതാ. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞ അല്ലാഹു പടച്ചവനെ പറഞ്ഞങ്ങിട്ട് പിടിപ്പിക്ക. സിനിമാ കഥകൾ പോലും വെല്ലും തിരക്കഥകൾ. ഏറ്റവും വലിയ തിരക്കഥകൾ ഒരിത്തിരി കിട്ടിയാ മതി, പിന്നെ ഇങ്ങനെ കൊടുക്കാം. ഇത്തിരി കിട്ടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് അറിയാനിട്ട വാട്സപ്പിലൂടെയൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം പറഞ്ഞ, ഒരു അമുസ്ലിമിന്റെ കൂടെ ഒരു മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ, ഓ പടച്ചോനെ, തിരുവനന്തപുരത്ത് ഓടിയ പെണ്ണാണെങ്കിൽ കാസർഗോഡ് ഉള്ളവൻ വരെ ഷെയർ ചെയ്യുക. നിനക്ക് ഇതിനകത്ത് എന്തോ കിട്ടും? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിനക്കെന്ത് കിട്ടും? എടാ, അവള് പോയെങ്കിൽ അവള് പോട്ടെ, നിനക്കെന്താടാ? പോയവള് പോയി, നിനക്കെന്ത്? നീ അത് ഷെയർ ചെയ്തിട്ട് നിനക്കെന്ത്? നിന്റെ നന്മ എന്തിനാ അവക്ക് കൊടുക്കണേ? എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരം തളർന്നു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇപ്പൊ മൊബൈൽ എടുത്ത് നോക്കി, അതേ ഉള്ളൂ. ശരീരം തലയ്ക്ക് താഴെ തളർന്നു കിടക്കുന്നവന്റെ കൂടെ ഒരു മുസ്ലിം പെൺകുട്ടി പോയാൽ നമുക്ക് എന്നാടാ? സ്വർഗത്തിൽ അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടിയല്ലോ, അവിടെ പോയി സന്തോഷത്തോടെ നമുക്ക് കഴിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ അതിന്റെ കമന്റ്സ്. എങ്ങനെ പോയതൊക്കെ പോകട്ടെ, നമുക്കെന്താ? പോയതൊക്കെ പോകട്ടെ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, എടാ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, നീ ഒന്നും അത്രയ്ക്കും വരുത്തില്ലല്ലോ, നമ്മളൊന്നും അത്രയ്ക്കും വരുത്തില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഒരു അപവാദം മുനാഫിക്കുകൾ പറഞ്ഞു വരുത്തുകയാ. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയ. ചരിത്രം പറയുന്നത് അങ്ങനെ, ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് സ്വഹാബത്ത് മുഴുവനും വരുമ്പോ ഒരു സ്ഥലത്ത് എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും നിർത്തി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി. ആദ്യം പെണ്ണുങ്ങളൊക്കെ പോയി, അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. വാഹനത്തിലേക്ക് കയറുന്നത് എല്ലാവരും കണ്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് സ്വഹാബത്തെല്ലാം പോയിട്ട് തിരിച്ചു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ മാല കാണുന്നില്ല. ആയിഷ ബീബി ആരോടും പറയാതെ അതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് മാല എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാവരും റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും എല്ലാവരും മദീനത്തേക്ക് പോയി. പടച്ചവനെ, എല്ലാവരും വിചാരിക്കണം ആയിഷ ബീബി ഇതിന്റെ മുകളിലുണ്ടെന്നാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പോയി.
പോയി, ചെറിയ പെണ്ണ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എന്തറിയണമെന്നറിയാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യാത്ര സംഘത്തിന്റെ പുറകിൽ വിട്ടിരിക്കുക, എന്തെങ്കിലും കളഞ്ഞുപോയി എടുത്തുകൊണ്ട് വരാൻ. ഈ സഹാബി നോക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ഇരിക്കുന്നു. കണ്ടതും അല്ലാഹുവേ ആ മഹദി ഉമ്മഹാത്തുൽ മുഅ്മിനീനാണല്ലോ, അവിടെ നിന്ന് വാഹനത്തിന്റെ മുകളിൽ കെട്ടി എന്തേന്ന് പോലും ചോദിച്ചില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ പടച്ചവനെ മദീനത്ത് വരുമ്പോ എല്ലാവരും ജോലിക്കൊക്കെ ഇറങ്ങുന്ന സമയം, ആ സമയത്ത് ഒരു രാത്രി കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നട്ട് ആ രാവിലെ ഒരു 7 മണി സമയത്തിനോടടുത്ത് ആ വെളുപ്പാങ്കാല സമയത്ത് ഇങ്ങനെ വന്നപ്പോ എല്ലാരും കാണുക. കണ്ട ഉടനെ സുബ്ഹാനല്ലാഹ് വ്യഭിചാരത്തിന്റെ ആരോപണം. ആരെ? മുത്തുനബിയുടെ ഭാര്യയെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. കുട്ടിയവർ മുഴുവനും പരക്കം. അള്ളാഹു പടക്കം പൊട്ടിക്കണ പോലാണല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് പറയാ. എവിടെ നോക്കിയാലും ആയിഷ ബീബിയെ കുറിച്ച് അപവാദം. ആയിഷ ബീബിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവേ, അത് സ്വഹാബത്ത് വരെ ഏറ്റെടുക്കുകയാണ്. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. എവിടെ നോക്കിയാലും ആയിഷ ബീബിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ആയിഷ, നിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ, നീ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറയുകയാണ്. പടച്ചവനെ, നിങ്ങൾ ആ രംഗമെന്ന് ചിന്തിച്ചു നോക്ക്. ഒരു പ്രയാസമുള്ള സമയത്ത്, അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ എന്ന് പറയുന്ന ഭാര്യയുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞു, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോകൂ, പടച്ചറബിന്റെ തീരുമാനം വരട്ടെ, നിന്റെ കാര്യത്തിൽ അല്ലാഹുവേ ജിബ്രീൽ വരട്ടെ. അവിടുന്ന് പടച്ചവനെ മുത്തുനബി അവിടുന്ന് പറയുകയാണ്. അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വേദനിക്കുന്ന ഹൃദയത്തോടെ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാപ്പാനെ കണ്ടതും പൊന്നാര മകൾ ഇറങ്ങി ഓടുകയാണ്. വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ വ്യഭിചരിക്കുമെന്ന് വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ആയിഷ അങ്ങനത്തെ പെണ്ണാണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളവിടന്ന്, പൊന്നാര ഭാര്യ വിടന്ന് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പിതാവിനോട് പറയുമ്പോ വാപ്പ പറയുന്നു, ആയിഷ, തെളിവുകളെല്ലാം നിനക്ക് എതിരാണ്, തെളിവുകളെല്ലാം നിനക്ക് എതിരാണ്. വാപ്പയും അവിടുന്ന് കൈവിടുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആര് കൈവിട്ടാലും ഉമ്മ കൂടെ ഉണ്ടാകുമല്ലോ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഉമ്മാടെ ചാരത്ത് കടന്നു ചെന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ, ഇവരൊക്കെ പറയുന്നത് കള്ളമാണ്, ഇവരൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ്. പക്ഷേ ആ സമയത്തും ഉമ്മയും അവിടെ നിന്ന് കൈയൊഴിയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ചെറിയ പ്രായമേ ഉള്ളൂ, ചെറിയ പ്രായമേ ഉള്ളൂ, ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറഞ്ഞ് പരത്തിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ആയിഷയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ റൂമിന്റെ അകത്ത് കയറി നരമ്പ് മുറിച്ചില്ല, ആത്മഹത്യ ചെയ്തില്ല. നിന്റെ ഭർത്താവിന്റെ വീട്ടുകാര് മാത്രമല്ല, തന്റെ അയൽവാസികൾ മാത്രമല്ല, തന്റെ നാട്ടുകാര് മാത്രമല്ല, പടച്ചവനെ ഒരു നാട് മുഴുവനും അതാ തെറ്റുകാരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തിരിക്കുകയാണ്. പടച്ചവനെ, ഓരോ ദിവസം സുബഹി കഴിയുമ്പോ ആയിഷ ബീബി വീടിന്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വരുന്നുണ്ടോ?
എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നുണ്ടോ? ആയിഷ ബീവി വീടിന്റെ മുന്നിൽ നോക്കിയിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് ചിരിക്കുന്ന മുഖത്തോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ആയിഷ ബീവിക്ക് വലിയ സന്തോഷമായി. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നു പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നബിയേ, ജിബ്രീൽ വന്നോ നബിയേ? ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, നീ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ, നീ നിരപരാധിയാണെന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ, അല്ലാഹു സഹായിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, ഇത്ര ഉറപ്പെന്ത്? ഖുർആനിൽ ആയത്ത് ഇറങ്ങുമെന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണമെന്താ? എങ്ങനെയാ നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്? ഇത്രയും ദിവസം നീ എങ്ങനെയാണ് പിടിച്ചു നിന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ആയിഷ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞത് ഒരേ ഒരു ദിക്റാ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. എന്റെ മനസ്സിന് ധൈര്യം തന്ന ദിക്ർ ഇതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, പടച്ച റബ്ബിന്റെ സഹായം ചോദിച്ചു വാങ്ങിയ ഖുർആനിൽ ആയത്തിറക്കിയ ആ ദിക്ർ ഏതാ ആയിഷ? ആ ദിക്ർ ഏതാ ആയിഷ? അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, പഠിച്ചോ പെങ്ങള്, പ്രതിസന്ധിയുടെ സമയത്ത് പറയാറുള്ളതാണ്, റബ്ബിന്റെ സഹായം ചോദിച്ചു വാങ്ങാനുള്ളതാണ്. ഏത് ദിക്റെന്നറിയുവോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ, എല്ലാവരും തെറ്റുകാരി എന്ന് വിളിച്ചപ്പോ, നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല റബ്ബിനോട് പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, എനിക്ക് നീ മതി പടച്ചവര്, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവര്, എന്നെ കൈവിടല്ലേ അല്ലാഹ്, എന്റെ കാര്യം എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഇതിക്കറായിരുന്നു ആയിഷ ബീവി പറഞ്ഞത്. മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സഹാബ, ഇതിക്കറു പറയണേ സഹാബ, റബ്ബിന്റെ സഹായമുണ്ടാകും സഹാബ. പ്രയാസത്തിന്റെ നടുവിലൂടെ പടച്ചവനെ എല്ലാവരും പേടിച്ചു വിറച്ചുകൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയോട് നടക്കുന്ന മുസ്ലിമേ, ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങിക്കോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ നിനക്ക് സമാധാനം തരും, നിന്റെ മനസ്സിന് ധൈര്യം തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതു പ്രയാസത്തിലും പിടിച്ചു നിൽക്കാൻ ധൈര്യം കിട്ടുന്ന ദിക്റാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒന്ന് പറഞ്ഞേ, ഒന്നുറക്കെ പറഞ്ഞാൽ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒരു എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോ, വലിയ ഒരു ദുഃഖമുണ്ടാകുമ്പോ, എവിടെയെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരപ്പായിലിരുന്നു കൊണ്ടൊരു 3 പ്രാവശ്യം ഈ ദിക്ർ ഒന്ന് പറഞ്ഞു നോക്കാം.
നിന്റെ ജീവിതത്തിലെ ഏത് വലിയ പ്രയാസമുണ്ടാകുന്ന സമയത്ത്, ദുഃഖം താങ്ങാൻ കഴിയാതെ വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ ദിക്ർ നീ ഒരു 3 പ്രാവശ്യം പറഞ്ഞു നോക്ക്. നിന്റെ മനസ്സിന് സമാധാനമുണ്ടാകും, റബ്ബിന്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ആര് കൈവിട്ടാലും അല്ലാഹ് നമ്മളെ കൈവിടൂല. ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും അള്ളാഹു നമ്മളെ കൈയൊഴിയില്ല. അള്ളാഹിക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമാ, പടച്ച റബ്ബിന് നമ്മളെ വല്ലാത്ത സ്നേഹമാ. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അറിയാം, ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല. എനിക്ക് അള്ളാഹു എന്നെങ്കിലും ഒരു ദുഃഖമാണെങ്കിൽ അതിന്റെ പുറകിൽ എന്നെങ്കിലും ഒരു സന്തോഷം തരും. അവൻ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തില്ല, അവൻ റബ്ബിനെ കുറിച്ച് നല്ലതു മാത്രമേ കരുതൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ആ ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ആ ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയുടെ ഒന്നാമത്തെ അടയാളം അതാ. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവന്റെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? പെങ്ങളെ, ഈ പറയുന്ന നന്മ നിന്റെ ജീവിതത്തിലുണ്ടോ? ഈ പറയുന്ന നല്ല കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഭാര്യയും മക്കളും കൂടപ്പിറപ്പുമായി എല്ലാവരും പടച്ചവനെ കിടപ്പറയിൽ പുതപ്പിന്റെ കീഴിൽ കിടന്ന് സുഖിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. എല്ലാവരും കിടന്നുറങ്ങുമ്പോ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അമ്മാ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? പകല് നമസ്കരിക്കാൻ എല്ലാവരും പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ എല്ലാവർക്കും കഴിയില്ല. എല്ലാവർക്കും കഴിയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ പാതിരാത്രി 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് ഒന്നാം ആകാശത്തിൽ വന്നിരിക്കുന്ന പടച്ചറപ്പിന്റെ മുന്നിലേക്ക് നമസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിന്നെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ പകല് നിസ്കരിക്കണില്ല ഉസ്താദ്, ഇന്ന രാത്രി. ഇവിടെ നാട്ടുച്ചയ്ക്ക് പള്ളിയിൽ പോണില്ല, നട്ടുച്ച സമയത്ത് പള്ളിയിൽ കയറണില്ല. അല്ല ചങ്ങാതി, പകല് നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷെ രാത്രി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല. രാത്രി നമസ്കാരം എല്ലാവരെ കൊണ്ടും കഴിയില്ല. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കും. എപ്പോഴാ നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കും? റമളാൻ മാസം. കാന അടിക്കാൻ രാവിലെ എഴുന്നേക്കുമല്ലോ, അതുകൊണ്ട് നല്ലതുപോലെ ആ സമയം എന്തായാലും തിന്നാൻ എഴുന്നേക്കും, അതുകൊണ്ട് നിസ്കരിക്കും. അതല്ലാതില്ല. എത്ര പേരുണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ? ഇന്നത്തെ ദിവസം തഹജ്ജുദ് നിസ്കരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കും. 10 പേര്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ ദിവസം തഹജ്ജുദ് നിസ്കരിച്ച ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ കൈവക്കിക്കും. അവിടെയും 10 എണ്ണം ഉണ്ട്. അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ. ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് മാത്രമേ കഴിയൂ തഹജ്ജുദ് നിസ്കരിക്കാൻ. എന്താ പ്രതിഫലം? എന്താ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഈ പാതിരാത്രി 2 മണിക്കും 3 മണിക്കും നാട്ടുകാരും കുടുംബക്കാരും എല്ലാം നല്ല ഉറക്കം, കൂർക്കം വലിച്ചിട്ടുറങ്ങുക. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് അല്ല മാത്രമേ കാണത്തുള്ളൂ. ആ സമയത്ത് വേറെ നാട്ടുകാരൊന്നും കാണൂല. നമുക്ക് പിന്നെ 4 പേര് കാണാനുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാ എന്നാ നിസ്കാരം, എന്തോ കൈകെട്ടണൊക്കെ കാണാൻ 4 പേര് കാണാനുണ്ടെങ്കിൽ എന്തൊരു ഹൗഫാന്നറിയോ. അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു കെട്ട. ആരും ഇല്ലെങ്കിൽ പോയി ചാടി കുത്തി സുജൂദി വീണിട്ട് ഓടും. 4 പേര് കാണാനുണ്ടെങ്കിലോ. ചില ആൾക്കാരൊക്കെ വെള്ളിയാഴ്ച, ഇപ്പൊ നാളെ ജുമായുടെ സമയത്തൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓൻ ഇത്തിരി താമസിച്ചിട്ടേ വരത്തുള്ളൂ.
അവസാനം എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോ തലയുടെ മുകളിൽ കൂടെ ചാടി 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 ഫ്രണ്ടി വന്നിട്ട് ഒരൊറ്റ കെട്ട. അല്ലോ പ്രച്ചനെ എന്നാ കെട്ടണം അറിയോ? ഇതാ 4 പേര് കാണണമെങ്കിൽ വല്ലാത്ത നിസ്കാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയോ നമുക്ക്? എന്താ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മടുത്തു തുടങ്ങിയ ഉള്ളത് പറയുമ്പോ അങ്ങനെ ഇത്തിരി മടുപ്പൊക്കെ തുടങ്ങും, കുഴപ്പമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരുടെ അടയാളവാ പറഞ്ഞേ. എനിക്കുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, നിനക്കുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ. സദസ്സിൽ നിരന്നിരിക്കുന്ന ഉമ്മമാരോട്, ഇന്ന് കൈപൊക്കിയത് 10 ആണുങ്ങളും 10 പെണ്ണുങ്ങളുമാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നിസ്കരിക്കുന്നവർക്ക് റബ്ബ് തരുന്ന പ്രതിഫലത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ 2ാമത് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ മുഴുവനും പട്ടിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പടച്ചവനെയതാ 41 വിഭാഗത്തിലാണ് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ, എല്ലാവരും പടച്ചവനെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേക്കുമ്പോ പേടിച്ചു വിറച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ആരാണ് എന്നെ വിളിച്ചുണർത്തിയത്? എല്ലാ മുഖത്തും വല്ലാത്ത ഭയമാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ആയിഷ, എല്ലാവരും നഗ്നരായിട്ടാണ് കടന്നു പോകുന്നത്. ആണും പെണ്ണും വസ്ത്രം ധരിച്ചിട്ടില്ല. എല്ലാവരും പടച്ചവനെ നഗ്നരായിട്ട് ചെരുപ്പില്ലാതെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അന്ന് പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ? എടാ ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നു കിടന്നാൽ പടച്ചവനെ കാണാൻ നമുക്ക് വല്ലാത്ത ഉത്സാഹമാണല്ലോ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് 18 വയസ്സുള്ള പെണ്ണുണ്ടല്ലോ, 20 വയസ്സുള്ള പെണ്ണുണ്ടല്ലോ, ഒരു നൂൽബന്ധം പോലുമില്ലാതെ നിന്റെ മുന്നിലൂടെ നടന്നു പോയാലും നിനക്ക് നോക്കാറുള്ള ധൈര്യമില്ലടാ. അന്നാരും അത് നോക്കാറില്ല. കാരണം അത് പരലോകമാ, ഭയാനകമായ ദിവസമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തന്നു, ആയിഷ, ജന്മം നൽകിയ വാപ്പയുണ്ടല്ലോ, നൊന്ത് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ഉമ്മാടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുണ്ടല്ലോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വസ്വാഹിബതിഹി വബനീഹി. ഒരാളും കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമാ, ഒരാളും നിന്നെ സഹായിക്കാത്ത ദിവസമാ. ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ, എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാത്തി പിടിച്ച് കരഞ്ഞു വിളിക്കുകയാണ്, യാ വൈലതാ, യാ ഖസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് ജനങ്ങൾ കിടന്ന് നിലവിളിക്കുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ, എല്ലാവരും തലതാത്തി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന കോടതിയുണ്ടല്ലോ. സഹാബാ, 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുന്ന സഹാബാ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിലെ 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. നബിയേ, ആരാണ് നബിയേ? തല ഉയർന്നു നിൽക്കുന്ന 2 വിഭാഗം ആരാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്ത് 1ാമത്തെ വിഭാഗം ആരാ? പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ ചാരത്ത് കിടക്കുന്ന ഭർത്താവ് അറിയാതെ, തന്റെ കൂടെ കിടക്കുന്ന മക്കളറിയാതെ, നാട്ടുകാര് കാണാതെ, കുടുംബക്കാര് കാണാതെ 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉളവെടുത്തിട്ട് ആരും കാണാതെ മുസല്ലയിൽ പോയിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ച വാപ്പാ, നിസ്കരിച്ച പെങ്ങള്,
അല്ലാഹു നിന്നെ മറക്കില്ല പെങ്ങള്, അല്ലാഹു നിന്നെ മറക്കില്ല വാപ്പാ. ആരും കാണാത്ത സമയത്ത് എല്ലാവരും അവര് സുഖിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർത്ത ഉമ്മ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. ഈമാനുള്ളവരുടെ അടയാളമാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ്. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, ദുഃഖവും ദുരിതവും വേദനയുമായി നടക്കുകയാണല്ലോ. ഉസ്താദേ, ഒരുപാട് ദുആ ചെയ്തു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്റെ മക്കളുടെ വിവാഹം നടക്കുന്നില്ലല്ലോ, എന്റെ പ്രയാസം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ വീടിന്റെ പണി തീരുന്നില്ലല്ലോ, എന്റെ കടം മാറുന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന 11 സമയമുണ്ട് സഹാബാ. ദുആ ചെയ്താ ഉത്തരം കിട്ടുന്ന 11 സമയങ്ങളുണ്ട്. ആ സമയത്തിലെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്നോ, ആ സമയത്തിലെ ദുആയിക്ക് ഉത്തരമുണ്ടെന്നോ. ആ 11 സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയുമോ? ഈ നാട്ടുകാര് മുഴുവനും കിടന്നുറങ്ങുന്ന സമയമുണ്ടല്ലോ, മൂർഖനാടുകാര് മുഴുവനും ഉറങ്ങുന്ന സമയമുണ്ടല്ലോ. ആ 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ചോദിക്കും, നീ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടുന്ന സമയമാ. അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്നിരുന്നിട്ട് ഭൂമിയിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാ, ആരാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ സമയത്ത് എന്നോട് ആര് ചോദിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പ് ഒന്നാം ആകാശത്തിൽ വന്ന് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന സമയമാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ആ സമയത്ത് ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കരിച്ചിട്ടൊന്ന് ദുആ ചെയ്തു നോക്ക്, നിന്റെ കടം മാറും, നിന്റെ ഏത് രോഗവും മാറും, നിന്റെ എല്ലാ പ്രയാസവും മാറും, ഏത് സിഹറും മാറും, ഏത് പൈശാചിക ഉപദ്രവവും മാറും, നിന്റെ മക്കൾക്ക് നല്ല വിജയമുണ്ടാകും. പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന മക്കളെ, എടാ മക്കളെ, എഴുന്നേറ്റിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യ് മക്കളെ. എടാ, രാത്രി പഠിക്കുന്നതിനേക്കാളും നല്ലത് വെളുപ്പാൻ കാലത്ത് പഠിക്കല. അതുകൊണ്ടാ നേരത്തെ കാലത്തെ കിടന്നുറങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചത്. നേരത്തെ കാലത്തെ കിടന്നുറങ്ങുക, വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിരുന്ന് പഠിക്കുക, നല്ല ഫ്രഷ് ആയിരിക്കുന്ന സമയം. ആ സമയത്ത് പഠിക്കുക, നിനക്ക് നല്ല ഓർമ്മയുണ്ടാകും, നിനക്ക് നല്ല വിജയമുണ്ടാകും. എല്ലാരും പറയും, ഉസ്താദേ ദുആ ചെയ്യ്, ദുആ ചെയ്യ്, ദുആ ചെയ്യ്, 10ാം ക്ലാസ്സാ, +1 +2 ദുആ ചെയ്യാൻ. നീ പഠിക്കാതെ ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക, അല്ലാഹുവിനെ മറന്നു പോകരുത്, നന്മകൾ ചെയ്യ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിനോട് സഹായം ചോദിക്കൂ. അല്ലാഹുവിനോട് ചോദിക്കൂ, പടച്ചവനെ ഞങ്ങളെ നീ സഹായിക്കുക തമ്പുരാനെ. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യ്, നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്, നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്നിരുന്നിട്ട് നോക്കും, ആരാ ചോദിക്കുന്നേ, ആരാ ചോദിക്കുന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂർഖനാടുള്ള വീടുകളിൽ ചില ആൾക്കാരുടെ വീടുകൾ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും അറിയാം. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും. നിന്റെ വീഡിയോ വെച്ചാ ആർക്കറിയാം? ഇവിടെ ഇരിക്കണ നിങ്ങളുടെ വീഡിയോ വെച്ചാൽ ആർക്കറിയാം? അല്ലാഹു അല ആർക്കറിയാം? സ്വന്തം കുടുംബക്കാരന് പോലും അറിയില്ല. എങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അറിയുന്ന ചില വീടുകളുണ്ട്. ഏത് വീട്? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭവനം. തഹജ്ജുദ് നിസ്കരിക്കുന്ന വീട്ടുകാർ, ആ വീട്ടുകാർ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും അറിയാമെന്ന ഉമ്മ. ഈ നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും, നിന്റെ കുടുംബക്കാർക്ക് അറിയില്ലെങ്കിലും, ജിബ്രീൽ അലൈഹിസ്സലാം മുതലുള്ള ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് അറിയാം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആമിനായെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആയിഷയെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഫാത്തിമയെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയമുണ്ടെന്ന. അതുകൊണ്ട് പെങ്ങളെ, നിസ്കരിക്ക്. തഹജ്ജുദ് നിസ്കാരം അത് നീ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു നിസ്കാരമാണ്. കാരണം അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് നിസ്കരിക്കാൻ കഴിയൂ. അല്ലാതെ സുന്നത്താണെന്ന് പറഞ്ഞ് തെള്ളിക്കളയേണ്ട
കളയേണ്ട നിസ്കാരമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നിസ്കരിച്ചവർ കൈവക്കാൻ പറഞ്ഞപ്പോൾ ആള് കുറവായിരുന്നു. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ഇനി ആരെങ്കിലും ചോദിക്കുമ്പോ ആള് കുറയാൻ പാടില്ല, കൂടാനേ പാടുള്ളൂ. അള്ളാഹു നമുക്ക് കഴിവിന്റെ പരമാവധി. ഞാൻ പറയുന്നു ഉസ്താദെ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ 2 മണിക്ക് നിസ്കരിക്കണം. ആരാ പറഞ്ഞ 2 മണിക്ക് നിസ്കരിക്കണമെന്ന്? എടാ, ബാങ്ക് വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും, ഒരാടിനെ കറക്കുന്ന സമയമെങ്കിലും, ഏറ്റവും എളുപ്പത്തിൽ ആടിന്റെ പാല് കറന്ന് തീർന്നു. അതുകൊണ്ട് അത്രയെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചാലും തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തായാലും നീ സുബഹിക്ക് എഴുന്നേക്കും, അന്ന് ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേക്കും. ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേക്ക്. ആ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്. അള്ളാഹുവിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിനകത്ത് വരൂല്ലേ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വന്നാൽ നിനക്ക് സന്തോഷം, നിനക്ക് സമാധാനം, നിനക്കെല്ലാം ഉണ്ടല്ലോ. സമാധാനം ഇല്ലാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെ. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന എന്ന ഖുർആൻ പറഞ്ഞത് വീട് സമാധാനം തരുന്ന ഒരിടമെന്നാ പറഞ്ഞ. പക്ഷെ നിനക്ക് സമാധാനമില്ല, എത്ര കിട്ടിയാലും നിൽക്കുന്നില്ലല്ലോ, നിലനിൽക്കുന്നില്ല, പൈസ വരുന്നു പോകുന്നു. എന്തുകൊണ്ട് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. നിസ്കരിക്ക്, നിസ്കാരമുള്ള വീടുകളാക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഉളവെടുത്ത് അവസാനത്തെ വഖത്തും ജമാഅത്തായി നിസ്കരിച്ച് ഖളയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ഒരു മദ്രസ എല്ലാവരും നിങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇപ്പോ വരുമ്പോ കണ്ടു, അതിന്റെ മുകൾ ഭാഗത്ത് വാർത്തിട്ടില്ലല്ലോ. ഇല്ല, അതിന്റെ മുകൾ ഭാഗം വാർത്തിട്ടില്ല. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇവരുടെ ചെലവ് കഴിഞ്ഞ് എന്തുണ്ടെങ്കിലും അത് അതിനുള്ളതാ. അതിനുവേണ്ടിയായി 3 ദിവസത്തെ പരിപാടി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ 4 ഭാഗത്തും കുറച്ച് കട്ടകൾ വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി അത് വാർക്കണം. അത് വാർത്തിട്ട് അൽഹംദുലില്ലാഹ് ഈ നാട്ടിലെ കുട്ടികൾക്ക് ഇൽമു പഠിക്കാൻ മദ്രസ സൗകര്യം അൽഹംദുലില്ലാഹ് ഈ 4 ദിവസത്തെ പരിപാടി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ എല്ലാവരും കൊടുക്കണം. സദഖയ്ക്ക് വല്ലാത്ത മഹത്വമാ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഒരാൾ മരിക്കുന്ന സമയം അള്ളാഹുവിനോട് ആകെ യാചിക്കുന്നത് എന്താ? ഒരാൾ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് മലക്കുകൾ റൂഹ് പിടിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് നിസ്കരിക്കാൻ സമയം എന്താ അല്ലാ, നോമ്പ് പിടിക്കാൻ സമയം എന്താ അല്ലാ, ഹജ്ജിന് പോകാൻ സമയം എന്താ അല്ലാ എന്നല്ല. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ്സാലിഹീൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന അവസാന സമയത്ത് അല്ലാഹുവോട് യാചിക്കുന്നു, അല്ലാ എനിക്കൊരവസരം താ അല്ലാ. എന്തിനെന്നറിയുവോ? അലമാരിക്കകത്ത് ഒരുപാട് സ്വർണം ഇരിപ്പുണ്ട്, ഒരുപാട് പൈസ ഇരിപ്പുണ്ട്. അല്ലാഹുവേ, ബാങ്കിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. എന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയോടെങ്കിലും ഞാനൊന്ന് പറയട്ടെ, അതൊന്ന് സദഖ കൊടുക്കണേ എന്ന് പറയാരാ. എനിക്കൊരവസരം താ അല്ലാ, ഞാൻ എന്റെ സമ്പാദ്യം സദഖ കൊടുക്കാമല്ലാ. സദഖ കൊടുക്കാൻ യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഈ വരുന്ന ഭാഗങ്ങളിലുള്ള ഓരോ മനോഹരമായ വീടുകളുണ്ടല്ലോ, വരുന്ന വഴിയിലൊക്കെ കാണുന്ന ഓരോ വീടിന്റെ മതില് കെട്ടിയ പൈസ മതി അത് വാർക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. നമുക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ട് മരിക്കാനുള്ള ഒരായത്ത് പറഞ്ഞിട്ട്, റജബ് മാസമാണ്, വെള്ളിയാഴ്ച രാവ, നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് വാ. അൽഹംദുലില്ലാഹ്, എല്ലാവരും എഴുന്നേക്ക്, അടുത്ത് വാ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പുറത്ത് നിൽക്കണം എല്ലാവരും. കസേര എടുത്തിട്ട് വാ, കസേര എടുത്തിട്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് വാ. അൽഹംദുലില്ലാഹ്, ഇരിക്കറോ, എല്ലാവരും വാ. സംഘ ഇരുന്നോ? അൽഹംദുലില്ലാഹ്, എല്ലാവരും വാ, കസേര എടുത്തിട്ട് വാ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പെട്ടെന്ന് വാ. അൽഹംദുലില്ലാഹ് 11:30 ഇൻഷാ അല്ലാഹ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ശരീരം വല്ലാതെ വിയർക്കുന്നത് എന്തിന്റെ അടയാളപ്പാ?
ശരീരം വല്ലാതെ വിയർക്കുന്നത് എന്തിന്റെ അടയാളമാണ്? പ്രഷർ കുറഞ്ഞതിന്റെ ഷുഗർ അങ്ങനെ അല്ലേപ്പാ. അറ്റാക്ക് വരുന്നതിന് മുമ്പ് ശരീരം വിയർക്കുന്ന അല്ലേ ഉസ്താദേ? അല്ലേ ഇവിടുത്തെ ഖതീബ് ഉസ്താദ്? ശരീരം വിയർക്കുന്നത് അറ്റാക്ക് വരുന്നതിന് മുമ്പും വിയർക്കുന്നല്ലേ ഇപ്പൊ? ഷുഗർ പ്രഷർ എന്താണ്ട് കുറഞ്ഞെന്ന് തോന്നുന്നു, BP കുറഞ്ഞെന്ന് തോന്നുന്നു, ശരീരം വല്ലാതെ വിയർക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വാ കേറിയിരിക്കണം. വാ എല്ലാവരും അൽഹംദുലില്ലാ. കഴിഞ്ഞ എല്ലാവരുടെ അടുത്തേക്ക് വാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ഈ മദ്രസ പണിയുന്നോട് അതിന്റെ മുമ്പിൽ കൂടെ അല്ലേ ഇപ്പൊ വരിക? എവിടെ അപ്പൊ? അവിടെ അല്ലേ? അവിടെ ആ കാണുന്ന ഭാഗത്ത് മദ്രസ, അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മദ്രസ. അത് അള്ളാടെ അല്ലേ? അത് അള്ളാന്റെ അല്ലേ? എന്റെ വീടിന്റെ മതില്, ഗേറ്റ്, ബാത്റൂമിനകത്തിട്ടിരിക്കുന്ന സാധനത്തിന്റെ വില തന്നെ എന്താന്ന് ആഴ്ച കാമിനല്ലേ? ബാത്റൂമിനകത്ത് തന്നെ എത്രയോ അള്ളാഹുവെ പൈസ നമ്മൾ ചെലവാക്കുന്നു. എന്തേ ഉമ്മ ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ ഈ മദ്രസ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടും നീ ഒരു മദ്രസയെ പഠിച്ചതല്ലേ? നീ ഇതുപോലൊരു മദ്രസയിൽ പോയിരുന്ന് പഠിച്ചതല്ലേ? ഇത് കണ്ടിട്ട് അള്ളാഹുവേ എന്റെ മക്കൾ ഇവിടെ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ പഠിച്ചോനെ, എന്താ അല്ലാ എനിക്കൊന്ന് കൊടുക്കണോന്ന് തോന്നുന്നില്ലല്ലോ ആയിഷാത്ത, എന്താ ഇങ്ങനെ ആയിപ്പോയെ? എല്ലാവരും ഇങ്ങനെ കണ്ണിന്റെ മുന്നിലൂടെ പടച്ചവനത് അവൻ ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ എന്നല്ല, നീ ചെയ്യണ്ടേ, നിനക്കല്ലേ, അതല്ലേ ജാരിയായ സദക്ക. അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നത് നിന്റേതാണെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നെ? വാപ്പ ബാങ്കിൽ കിടക്കുന്നത് നിന്റെ പൈസയാണെന്ന് ആരാ നിനക്ക് പറഞ്ഞെന്ന്? അല്ല, നീ ആരെന്നറിച്ചോ? എടാ എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെലവാക്കുന്ന, ഞാൻ കൊടുക്കുന്ന ജാരിയായ സദക്കയായ എന്റെ സമ്പാദ്യം. നീ വിചാരിച്ചു വീട്ടിയിരിക്കുന്നത് നിന്റെതാ, അലമാരിക്കകത്തിരിക്കുന്ന സ്വർണം നിന്റെതാ? നല്ല അമിനത്ത, നീ ഇന്നു മരിച്ച നിന്റെ സമ്പാദ്യം മുഴുവനും നിന്റെ മക്കളുടെതാ. നിന്റെ ജോലി അത് കാവല് നോക്കല്ല, അത്രയല്ല നിന്റെ ജോലി. അപ്പൊ നിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നീ പള്ളിക്കും മദ്രസയ്ക്കും കൊടുത്തത് നിന്റെ സമ്പാദ്യം. വീട്ടിൽ ഇരിക്കുന്നത് നിന്റെതല്ല, അത് നിന്റെ പെണ്ണും പിള്ളയുടെയും മക്കളതാ. നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ ഒന്നും മക്കൾക്ക് അറിയില്ല. പാപ്പാടെ കബർ എവിടാന്ന് വെച്ചാൽ പറയാം, അവിടെ ഒരു മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നു, അതന്നെ അടയാളം. ഇപ്പത്തെ മക്കള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഭാര്യക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ജീവിച്ചു. ഇനി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ഉസ്താദെ എങ്ങനെയുണ്ട് വാപ്പ? അൽഹംദുലില്ലാ റാഹത്ത് ഉസ്താദെ, 3 മക്കളുണ്ട്, മക്കളെയൊക്കെ കെട്ടിച്ചു അൽഹംദുലില്ലാ. ഗൾഫിലുകാരാണ്, നല്ല ജോലിയാണ്, മക്കൾക്കൊക്കെ സ്വന്തമായിട്ട് വീടായി അൽഹംദുലില്ലാ. സമാധാനമായി ഉസ്താദെ. ആരാ പറഞ്ഞ സമാധാനമായി എന്ന്? എന്നാ ഈ 40 കൊല്ലം 50 കൊല്ലം ജീവിച്ച നീ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു വാപ്പ? അതാ ചോദ്യം. അല്ലാതെ പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്കും കൊടുത്തതല്ല. മക്കള് വീട് വെച്ചെങ്കിൽ നിനക്കെന്താ? നിന്റെ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ നിന്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്തുണ്ട്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് സഹോദരിമാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്കൊന്നുമില്ല നബിയെ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഒന്നുമില്ല, എന്നെ ഒന്ന് സഹായിക്കുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ തന്നെ തല ഇങ്ങനെ താഴ്ത്തി വെക്ക. കാരണം ഒന്നുമില്ല. ആ മനുഷ്യൻ വളരെ ആഗ്രഹത്തോടു കൂടി വന്നതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ അബൂബക്കറിന്റെ വീട്ടിൽ പോ, എന്റെ അബൂബക്കറിന്റെ വീട്ടിൽ പോ, എന്തെങ്കിലും തരും. അബൂബക്കർ നിന്നെ വെറുതെ വിടത്തില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ആ മനുഷ്യൻ കടന്നു ചെന്നു, സലാം പറഞ്ഞു. മുത്തുനബി പറഞ്ഞു വിട്ടത്, അബൂബക്കറെ വല്ലതെന്താ അബൂബക്കറെ, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഞാൻ ഒരു പാവപ്പെട്ടവനെ, എന്തെങ്കിലും തരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അറിയാം ഒന്നുമില്ലെന്ന്. എന്നിട്ട് ചുമ്മാതെ ഒന്ന് വീട് മൊത്തം പറക്കി നോക്കി, വീട് മുഴുവനും കയറി തെരഞ്ഞു നോക്കി, കൊടുക്കാൻ ഒന്നുമില്ല. എല്ലാം തെരഞ്ഞു നോക്കി, എന്നിട്ട് ഒന്നുമില്ല. എന്നിട്ട് ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോ വെറും കയ്യോടുകൂടി ഇറങ്ങി വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടതും ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാ വിട്ടത്, നിന്റെ അടുക്ക വന്നാ നീ വെറും കയ്യോടെ വിടില്ല. നീ അള്ളാഹിന്റെ റസൂല് പറഞ്ഞാ വിട്ടത്, നീ വെറും കയ്യോടെ എന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ടാ മുത്തുനബി എന്നെ വിട്ടത്. എന്തെങ്കിലും കഴിക്കാൻ, ഭക്ഷണം, പൈസ, വസ്ത്രം, എന്തെങ്കിലും എന്താ അബൂബക്കറെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും വീടിന്റെ അകത്ത് കയറിയിട്ട് തെരഞ്ഞു നോക്കി, ഒന്നുമില്ല. കരയ, വീടിന്റെ അകത്തിരുന്ന് കരയ, പടച്ചോനെ ഞാൻ എന്നാ കൊടുക്ക? വീടിന്റെ വെളിയിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിട്ടൊരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു, ഞാൻ എന്ത് കൊടുക്കുക? അബൂബക്കർ തങ്ങൾ വീടിന്റെ അകത്തിരുന്ന് കരയ.
അവസാനം ആ മനുഷ്യനെ വെറും കയ്യോടെ പറഞ്ഞു വിടാൻ മനസ്സില്ലാത്തത് കാരണം വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ ഒരു ജോഡി വസ്ത്രം ഇങ്ങനെ എടുത്തു കൊടുത്തു. വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ ഒരു ജോഡി വസ്ത്രം എടുത്തു കൊടുത്തു. ഇത് നീ എടുത്തോ. ആ മനുഷ്യൻ സന്തോഷത്തോടു കൂടി പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി തിരിഞ്ഞു നോക്കുമ്പോ എപ്പോഴും പുറകിൽ അബൂബക്കർ തങ്ങളെ കാണാം. അന്ന് കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, എന്റെ അബൂബക്കർ വന്നില്ലേ? സഹാബികൾ പറഞ്ഞു, നബിയെ അബൂബക്കർ തങ്ങൾ വന്നില്ല നബിയെ. മുത്തുനബി ചോദിച്ചു, സഹാബ, എന്റെ അബൂബക്കറിന് സുഖമില്ലായിരിക്കും, ആരെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് വാ. ചരിത്രം പറയുന്ന അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പോയത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ പോയി രോഗം വല്ലതും ആണോ നോക്കാൻ. വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ടായി സഹാബി വരണേ, കരഞ്ഞുകൊണ്ട് ഓടി വരികയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ അബൂ തൽഹ? നബിയേ, അങ്ങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാൻ പൈസ ഇല്ലാതെ, കൊടുക്കാൻ ഭക്ഷണമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രം ഊരി കൊടുത്തു നബിയെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാൻ ഒന്നുമില്ലാതെ വീട്ടിൽ കയറി വന്നവനെ വെറും കയ്യോടെ വിടാൻ മനസ്സില്ലാത്തത് കാരണം ധരിച്ചിരുന്ന വസ്ത്രം ഊരി കൊടുത്തിട്ട് ഇടാവൊന്നുമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ് നബിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്ക ആയിഷ. വീട് മുഴുവനും തെരഞ്ഞു നോക്കിയപ്പോ വീടിന്റെ മൂലയിൽ പടച്ചവനെ ഒരു കീറി പറഞ്ഞ ഒരു പടയങ്കി ഉണ്ടായിരുന്നു. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതും ധരിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടി വരുന്ന രംഗം കണ്ടും മലക്കുകൾ പോലും കരഞ്ഞുപോയി എന്ന ചരിത്രം പറയുമ്പോ ആ സ്വർഗവാപ്പാ ഞാനും നീയും ചോദിക്കുന്നേ, നീ ഇട്ടിരിക്കണ വസ്ത്രം ഊരി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിന്റെ വീടിന്റെ പ്രമാണം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഉപ്പാ. നിന്റെ കണ്ണിന്റെ മുന്നിൽ പകുതിയിൽ കിടക്കുന്ന ഒരു മദ്രസ, അവിടെയല്ലേ ഉപ്പ ഇൽമു പഠിക്കണേ, അവിടെയല്ലേ ഫാത്തിഹ ഓതുന്നേ, അവിടെയല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നേ, അവിടെയല്ലേ മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നേ. ഇങ്ങനെ ഒരു സ്ഥാപനം, അതിന്റെ അവസ്ഥ കണ്ടിട്ട് നിനക്കൊന്നു കൊടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ എന്തേ ഉപ്പ ചിന്തിക്കാത്തത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട്, റജബ് മാസമാണ്, പരിശുദ്ധമായ റജബ് മാസം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസം. ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞു ഒരിക്കലും കുറയില്ല ഉമ്മ. ഇന്ന് വരെ സദക്ക കൊടുത്തിട്ട് ഒരു മനുഷ്യനും നശിച്ചുപോയ ചരിത്രമില്ല ഉമ്മ. ശൈത്താൻ നിന്റെ അടുക്ക വന്നിട്ട് പറയും കൊടുത്താ കുറയൂന്നില്ലുമ്മ, കൂടുമ്മ, ഇരട്ടി അല്ലാഹു തരും. നീ കൊടുക്കുന്നതിന് ഇരട്ടിയായിട്ട് അല്ലാഹു നിനക്ക് തരും. ആയിഷ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നീ പഠിച്ചവളല്ലേ, അറിയുന്നവളല്ലേ? ഫാത്തിമ ബീവിയുടെ ചരിത്രം നിങ്ങൾ കേട്ടവരല്ലേ? ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകേണ്ടവരല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും ഈ മദ്രസ പണിയുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് 95% നീ എടുത്തു. 5%, ഒരൽപ്പമെങ്കിലും അള്ളാഹുവേ ഇതിന്റെ പണി ഇങ്ങനെ കിടക്കുന്നല്ലോ ഉസ്താദെ, സിമന്റ് വാങ്ങണമല്ലോ, കമ്പി വാങ്ങണമല്ലോ, കല്ല് വാങ്ങണമല്ലോ, അതൊന്ന് വാർക്കണമല്ലോ ഉസ്താദെ, എന്റെ കയ്യിലുള്ളത് ഞാൻ തരാം. അത് നിങ്ങൾ ചെറുതാണോ വലുതാണോ ഒന്നും നോക്കണ്ട, അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിഫലം തരും. 3 പ്രതിഫലം അള്ളാഹു തരും. ഒന്നാമത്തെ പ്രതിഫലം, വാപ്പാ നീ മരിക്കുന്ന സമയത്ത് അള്ളാഹു നിനക്കിത് ഈ കൊടുത്തതിന്റെ പ്രതിഫലം നിനക്ക് കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരിക്കുന്ന സമയത്ത് കാണും വാപ്പാ, നീ മരിക്കുന്ന സമയത്ത് ഈ മദ്രസയ്ക്ക് വേണ്ടി നീ ഒരു കല്ല് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? 1 രൂപ നീ സദക്ക കൊടുത്തിട്ടുണ്ടോ? ആ കൊടുത്ത സദക്കയുടെ പ്രതിഫലം നിന്റെ മരണവപ്രാളത്തിൽ കടന്ന് നീ പിടയുമ്പോ, ആ മരണവപ്രാളത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുന്ന ഒരു സമയമുണ്ടല്ലോ. അല്ലാഹുവേ, കോഴി അറക്കുന്നത് കണ്ടിട്ടില്ലേ? കോഴി ഭാഗ്യം കിട്ടിയ ജീവിയാ, നമ്മളെക്കാളും ഭാഗ്യം കിട്ടിയ ജീവിയാ കോഴി. കാരണം കോഴി അറുത്തിടുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. കോഴി കൈയിട്ടടിക്കും, 2 കാലുകളിട്ടടിക്കും, കോഴി ചിറകിട്ടടിക്കും, തലയിട്ടടിക്കും. അവസാനം ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ആ റൂഹ് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും ഞാനും നിങ്ങളും.
എന്നാൽ എന്റെയും നിന്റെയും റൂഹ് പിടിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കയ്യും കാലും ഇട്ടടിക്കാനുള്ള അവകാശം പോലും ഇല്ലല്ലോ സഹോദര. ആ കോഴി ഭാഗ്യം ചെയ്ത കാരണം അത് മരിക്കുമ്പോ അത് ചിറകടിച്ച് തലയടിച്ച് കൈകാല് ഇട്ടിങ്ങനെ അടിച്ചടിച്ച് അത് മരിക്കും. നമുക്ക് പറ്റുമോ? നമുക്ക് കൈകാലിട്ടടിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ 70,000 മലക്കുകള് ഈ കയ്യും കാലും വരിഞ്ഞ് കെട്ടിയിട്ടിരിക്കല്ലേ, എങ്ങനെ അടിക്കാനാ? അള്ളാഹുബെ പടച്ചവനെ എന്ത് ചിന്തിക്കാത്തത്? ആർക്ക് വേണ്ടി വാരിക്കൂട്ടി വെക്കണത്? നിന്റെ ഉപ്പ പോയപ്പോ എന്ത് കൊണ്ടുപോയി? എല്ലാം നിന്റെ കയ്യിൽ തന്നിട്ട് പോയില്ലേ? എന്തിനാ സുഖിക്കാനോ? ഇല്ലടാ, നാളെ നീയും ഇതുപോലൊരു ദിവസം പോകണം. നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ നീ ഊരിയെടുത്ത് സ്വർണം ഇല്ലേ? നാളെ നിന്റെ ഗതി തന്നെയല്ലേ? നാളെ നിന്റെ ഗതി ഇത് തന്നെയല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നിർത്തുകയാ. ഞാൻ നിങ്ങളോട് ആരോടും പിടിച്ചു പറിക്കാനൊന്നുമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു തന്നെ തിരഞ്ഞെടുക്കും. കാരണം പലിശക്കാരന്റെ പൈസ കൊണ്ട് ഈ മദ്രസ പണിയണ്ട, കള്ളുകുടിയന്റെ പൈസ കൊണ്ട് ഇത് പണിയണ്ട, ലോട്ടറി എടുത്തവന്റെ പൈസ കൊണ്ട് അള്ളാന്റെ ഇൽമ പഠിപ്പിക്കേണ്ട മദ്രസ വേണ്ട, അള്ളാഹിക്ക് വേണ്ട. ഹലാല് മാത്രം മതി അള്ളാഹിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു സദക്ക ചോദിക്കാം. ഓടേണ്ടവർക്ക് ഓടാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, കൊടുക്കാതിരിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കാം. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ മൂന്നാമത്തെ അടയാളം അവൻ സദക്ക കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ സദക്ക കൊടുക്കുക. അതിനൊരു മനസ്സുണ്ട് ചങ്ങാതി. കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ ഒരു പാവപ്പെട്ടവന് കൊടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ. ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ 10 രൂപ എടുത്ത് അതിനകത്തിടണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ. നിന്നെ പടച്ച അള്ളാഹ് വിചാരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവന് മാത്രമേ സദക്ക കൊടുക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങളിൽ ആരെയാ അള്ളാഹ് ഇഷ്ടപ്പെട്ടത് എനിക്കറിയില്ല. നിങ്ങളിൽ ആരെയാ അള്ളാഹു ഇഷ്ടപ്പെട്ടത്? ഈ പ്രപഞ്ചം മുഴുവനും പടച്ച അള്ളാഹു ഇഷ്ടപ്പെട്ടവരാരാ? അള്ളാഹു നിങ്ങളോട് പറയുന്ന ഓഫർ എന്താണ്? അല്ലാഹു പറയുന്നു, ഈ മദ്രസ പടച്ചറപ്പിന്റെതാണ്, വഖഫാണല്ലോ, അത് അള്ളാന്റെതാണല്ലോ, അവിടെ അള്ളാന്റെ ഇൽമാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെതാണ് മദ്രസ. ആ മദ്രസയ്ക്ക് കൊടുക്കുന്നത് അള്ളാഹുവിന് കൊടുക്കുന്നത് പോലെയാ. എനിക്കാരെങ്കിലും നൽകിയാൽ അല്ലാഹു പറയുന്നു, എനിക്കാരെങ്കിലും നൽകിയാൽ അല്ലാഹുവിന് കൊടുത്താൽ അല്ലാഹു തരാമെന്ന് പറഞ്ഞത്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. പറയുന്നു, ഞാൻ സ്വർഗം തരാ. അല്ലാഹ് പറയുന്നു, ഞാൻ സ്വർഗം തരാ. പെങ്ങളെ 32,000 രൂപയാണ് പടച്ചവനെ ഇന്നൊരു പവന സ്വർണത്തിന് വില. സ്വർണത്തിന് വല്ലാത്ത വില കൂടിയ സമയമാ. പക്ഷേ അതിനേക്കാളും വലുത് അള്ളാഹുവും പടച്ച റബ്ബിന്റെ പള്ളിയും അള്ളാഹുടെ സ്വർഗവുമാ. പെങ്ങളെ, സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല, ഒരൊറ്റ പെണ്ണ് പോലും ഈ സദസ്സിലില്ല. ഇന്നീ സദസ്സിലിരുന്ന് കൊണ്ട് പടച്ചവരെ, എന്റെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം നിനക്ക് തരികയാണല്ലാ. എനിക്ക് സ്വർഗം തിരിച്ചു തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് എനിക്ക് കാണിച്ചു തരണേ അല്ലോ. പടച്ച റബ്ബിനോട് ചോദിക്കാൻ കഴിയുമോ പെങ്ങള്? കൊടുക്കാൻ കഴിയുമോ പെങ്ങള്? നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വർണമാണ്. ആ സ്വർണത്തിനെക്കാളും വലുതാണ് സ്വർഗം പെങ്ങള്. അതുകൊണ്ട് ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളെയും നിർത്തിയിട്ടില്ല. അള്ളാനെ ഏൽപ്പിക്കുകയാ. അള്ളാഹ് തന്നെ തീരുമാനിക്കട്ടെ. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ഈ സദസ്സിലിരിക്കുന്നവരിൽ നീ ഇഷ്ടപ്പെട്ടവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നൂറുകണക്കിന് പെണ്ണുങ്ങളുണ്ട് തമ്പുരാനേ. കരുണക്കടലായ അല്ലാഹ്, സ്വർഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്.